പ്രിയങ്കമായ സ്വാഗതം ആശംസിക്കുക. ഇന്ന് കർക്കിടക മാസത്തിലെ വാവുബലിയാണ് നടക്കുന്നത്. അപ്പം ഇതിനെ സംബന്ധിച്ച് നമുക്ക് ധാരാളമുള്ള സംശയങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് എന്നെ കുറേ പേര് ഫോൺ ചെയ്ത് ചോദിച്ചു പലതരത്തിൽ. അത് എന്താ പറയുക, വിഷ്ണു ക്ഷേത്രത്തിൽ പോകണ്ടേ, ശിവക്ഷേത്രത്തിൽ പോകണ്ടേ എന്ന തരത്തിലുള്ള പല സംശയങ്ങളും. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ദേവത എന്ന് പറയുന്നത് സൂര്യഭഗവാനാണ്. ലോകത്ത് എവിടെയിരുന്നും നമുക്ക് ഇതിടാം എന്നുള്ളതാണ് സത്യം. ഇല്ലം വല്ലം നെല്ല് എന്നാണ് ചരിത്രം. ഇല്ലം എന്ന് പറഞ്ഞാൽ വീട്. അപ്പോൾ ഒന്നാം സ്ഥാനം വീടിനാണ്, രണ്ടാം സ്ഥാനം ക്ഷേത്രമായാലും ഗുരുമഠങ്ങളായാലും എല്ലായിടത്തും ഇത് കൃത്യമായി നടത്താൻ സാധിക്കും. ശ്രീനാരായണ ഗുരുദേവൻ 1888 അരുവിപ്പുറം പ്രതിഷ്ഠ കഴിഞ്ഞ പാട്, അതായത് 138 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ആർക്കും ക്ഷേത്രത്തിൽ പ്രവേശനമില്ലാത്ത സമയത്ത് തന്നെ വാവൂട്ട് സഭ എന്ന ഒരു സംഘം രൂപീകരിക്കുകയും അന്നു മുതൽ അരുവിപ്പുറത്ത് ഇത് ആരംഭിക്കുകയും ചെയ്തു. പിന്നീട് ഈ അരുവിപ്പുറം ക്ഷേത്ര യോഗമായും തുടർന്ന് SNDP യോഗമായും മാറുന്നത് എന്നുകൂടെ നാം മനസ്സിലാക്കും. ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച എല്ലാ ക്ഷേത്രങ്ങളിലും 138 വർഷമായിട്ട് ഇത് നടക്കുന്നു. ഇപ്പം ഈ മഠത്തിൽ, ശിവഗിരി മഠത്തിൽ എൻ്റെ വേഷം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പൂജ പഠിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഈ 61ാമത്തെ വയസ്സിൽ. ശിവഗിരിയിൽ സന്യാസിമാരുടെ കീഴിൽ ഞാൻ പൂജ പഠിക്കുന്നുണ്ട്. അപ്പം ശിവഗിരി മഠത്തിൽ എങ്ങനെയാണോ ഈ അനുഷ്ഠാനം നടക്കുന്നത്, അതായത് ഈ വിധി പ്രകാരമാണ് ഇന്നുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്നത്. വളരെ ശാന്തമായിട്ട് എല്ലാവരും ഇതിൽ പങ്കാളികളാവുക. ബലി എന്ന് പറഞ്ഞാൽ അർത്ഥം ബലപ്പെടുത്തുക എന്നാണ്. ബലപ്പെടുത്തുക, നമ്മുടെ മനസ്സിന് ബലപ്പെടുത്തുക. ശ്രാദ്ധം എന്ന് പറഞ്ഞാൽ ശ്രദ്ധയെ പിന്നെ ക്രിയതേ ശ്രാദ്ധം എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന ക്രിയയാണ് ശ്രാദ്ധം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ചെയ്താൽ മാത്രമേ നമ്മുടെ ഉദ്ദേശം പൂർത്തീകരിക്കൂ. അതുകൊണ്ട് വളരെ ശാന്തമായിട്ട് ഭക്തിയോടുകൂടി വേണം നിങ്ങൾ ഇതിൽ ഓരോ ആളും പങ്കെടുക്കാൻ. ഇവിടുത്തെ ചടങ്ങെന്ന് വെച്ചാൽ നമ്മുടെ മഹാഗുരുവിന് മുമ്പിൽ ഇന്ന് രാവിലെ നടന്ന പൂജകൾ, ഗുരുപുഷ്പാഞ്ജലികളൊക്കെ നടന്ന ഗുരുവിൻ്റെ ചൈതന്യത്തായ മഹാഗുരുവിന് മുമ്പിലുള്ള വിളക്കിൽ നിന്നും ഇങ്ങോട്ട് ദീപം തെളിയും. ആ ദീപം തെളിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചടങ്ങ് ആരംഭിക്കുക. അതിനുശേഷം നിങ്ങൾ വളരെ മനസ്സ് ശാന്തമായിട്ട് ആചാര്യം പറയുന്ന രീതിയിൽ തന്നെ എല്ലാവരും ചെയ്യുക. പിന്നെ ബലിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 5 തരം ബലികളാണുള്ളത്. ഒന്ന് ഏകോദിഷ്ട ശ്രാദ്ധം എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ആ ദിവസമോ തിഥിയോ നാളോ ഓർത്ത് അതേ ദിവസം വിടുന്നതാണ് ഏകോദിഷ്ട ശ്രാദ്ധം. 1. 2 എന്ന് പറഞ്ഞാൽ സപിണ്ഡീകരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞാൽ 10 ദിവസം നമ്മൾ ആ ഒരാളെ ഓർത്തി ഇടുന്നതാണ് സപിണ്ഡീകരണം. 3ാമത്തെയാണ് ആമശ്രാദ്ധം. സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് വീടിൻ്റെ ചുറ്റുവശത്ത് ഒരു ഉരുള ചോറ് വെച്ചാൽ അത് ആമശ്രാദ്ധമായി. 4ാമത്തെ ഹിരണ്യശ്രാദ്ധം, അപകട മരണം, ആത്മഹത്യയ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രത്യേക പൂജകളാണ്. ഇന്നത്തെ നടക്കുന്നത് കർക്കിടക ദിവസത്തെ പാർവണ ശ്രാദ്ധം. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് മാത്രമല്ല 7 തലമുറ പുറകിലുള്ള നമ്മുടെ എല്ലാ കാരണവന്മാർക്കും, അച്ഛൻ്റെ വകം, അമ്മേൻ്റെ വകയിൽ നമ്മുടെ ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, ഗുരുക്കന്മാർ, പക്ഷി മുതൽ എല്ലാ മനുഷ്യർക്കും നമ്മൾ മരിച്ചുപോയ എല്ലാവർക്കും കൊടുക്കുന്ന സമസ്ത പിണ്ഡമാണ് ഇന്നിവിടെ നടക്കുന്നത് എന്നുകൂടെ മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ ബലി ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതോടുകൂടി ആ ബലി പൂർത്തിയാകും. ബലി ഇട്ടതിന് ശേഷം നിങ്ങൾ ഈ ഇല എടുത്ത് പുഴയിൽ പോയി കുളിക്കാം എന്ന സൗകര്യങ്ങൾ. അതിന് ശേഷം തിരിച്ചു വന്ന് മഠത്തിൻ്റെ ഉള്ളിൽ കയറി ഗുരുവിനെ പ്രാർത്ഥിച്ച് അവിടെ ദക്ഷിണയിട്ട് നിങ്ങൾ മടങ്ങാം. ഭക്ഷണം എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. വളരെ സാവധാനത്തോടെ എല്ലാവരും ചെയ്യാൻ. എന്തായാലും ഒരിക്കൽ കൂടെ ഇതിൽ പങ്കെടുത്ത സകല ആൾക്കാർക്കും ഈ മഠത്തിൻ്റെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കാം. പാവബന്ധമൊടു സത്യരൂപനാം ദേവനിൻ മഹിമയാത്മകോവിലിൽ പാവന പ്രഭയിലും വിളക്കിതാ സാവധാനമണിയൻ മുളുത്തിനെ. അല്പമെങ്കിലും അതിൻ പ്രഭാങ്കുരം സർപ്പതേയിരുതുരന്നുമല്ലവേ ശില്പരമ്യ പദപീഠഭൂവിൽ ഉൽപ്പതിച്ചു തിരുവയിലെത്തണേ. സേതയാർന്ന മണിഭൂഷണത്തിലും സോമനോജ്ഞമലർമാല തന്നിലും കേമവിഗ്രഹമരീചിതേടുമീ കോമളപ്രഭതിളങ്ങണേ വിഭോ. മാറ്റി നിൻമുഖര സമ്മറിച്ചിതിൽ
പോറ്റി പുൽക്കരുതോ മരേഖകൾ മാറ്റിയെന്ന മണിവാതിലൂടഴും കാറ്റിലാടരുതിൻ ശിഖാഞ്ചലം ചേത്തതിനുള്ളി തെളിഞ്ഞു പൊങ്ങിനെ വാർത്തയിടായിലുമെരിഞ്ഞു മേൽക്കുമേൽ നേത്തരീശമിഴി അഞ്ചിടുന്ന നിൻ മൂർത്തിമും നിഴൽ നീങ്ങി നിൽക്കണേ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രീധാനാം ശുദ്ധിഹേതവേ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ ഭഗവതേ നിത്യശുദ്ധമുക്തമാത്മനേ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. മഹനീയ ചരിത്രായ മമതാരികിതാത്മനേ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശിശിരീ കുർവതേ ശാന്തി കടാക്ഷൈ ശിക്ഷ സഞ്ജയാൻ ബ്രഹ്മവിദ്യാ ഗോവിദായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വാദിനാം വാദിനേ വാദം യമാനാം മൗനവാദിനേ സർവലോകാനുരൂപായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. യസ്യ നോ കൽപ്പതേ സിദ്ധി പാദാംബുജരജോലവ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ദൈവമേ കാത്തുകൊള്ളുകന്ന് കൈവിടാതിങ്കു ഞങ്ങളെ നാവികൻ ദീപവാപ്തിക്കോ ഒരാവിബന്ധോണി നിന്മതം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിലസ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുവാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഓതും വഴിയുമോർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ. ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപരായണ ജയിക്കുക ചിദാനന്ദേറും നിന്മകസ ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഞാൻ പറയുന്ന മന്ത്രങ്ങള് എല്ലാവരും ചൊല്ലണം. ഓം ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുദേവോ നമഃ. ഓം ജന്മസംസാര വിച്ഛേദം ജ്ഞാനവിജ്ഞാനദായകം
സമാധിസ്ഥം മഹാചാര്യം ഗുരും നാരായണം ഭജേ. ഓം പ്രജാപതി ഋഷി ഗായത്രി ചന്ദ ശ്രീ നാരായണോ ദേവത മമ ധർമാർത്ഥേ കാമമോക്ഷാർത്ഥേ വിനിയോഗ. ഓം ശംഖചക്രധരം ദേവം ദിഭുജം പീതവാസനം പ്രാരംഭേ സർവകർമ്മണാം പുണ്ഡരീകം സ്മരേദ്ധരിം. ഓം നമോ നാരായണായ. തദേവ ലഗ്നം സുദിനം തദേവ താരാബലം ചന്ദ്രബലം തദേവ വിദ്യാബലം ദേവബലം തദേവ ലക്ഷ്മീപദേ രുഗ്രിയുഗം സ്മരാമി. അപവിദ്രാഹ പവവിത്രോ വാ സർവാവസ്ഥാഗതോപി വാ യാ സ്മേരേ പുണ്ഡരീകാക്ഷം സ്വാഹ ബാഹ്യാഭ്യന്തര രുചി. മാനസം വാചികം പാപം കർമ്മണാ സമുപാർജിതം ശ്രീരാമസ്മരണേനൈവ വ്യാപോഹിതന സംശയ. മമ സമസ്ത പാപക്ഷമയാർത്ഥം ശരീരശുദ്ധ്യർത്ഥം അസ്മിൻ തീർത്ഥേ പ്രാതഃ സ്നാനമഹം കരിഷ്യേ. ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു. ശിവം ഭവതി കല്യാണം ആയുരാരോഗ്യവർദ്ധനം മമ ബുദ്ധി പ്രകാശായ ദീപജ്യോതിർ നമോ നമഃ. ഇനി ഒരു പുഷ്പം എടുത്ത് വിളക്കിനിട്ട് തൊഴുത്. വിളക്കിനിട്ട് രണ്ട് കൈയും കൂപ്പി തൊഴ. ഇനി ആ പവിത്രം എടുത്തേ. ആ കെട്ടി വെച്ചിരിക്കും പവിത്രം എടുത്ത് കൂട്ടി തൊഴുത് പിടിച്ചേ. ഓം പവിത്രം പാപനാശനം ആയുസ്തേജോ ബലം സൗഖ്യം അമാവാസി സാധക്രിയാർഹകം പവിത്രധാരണം നമാഹ. ഇനി ആ വലത്ത് കൈയുടെ മോതിര വിരളിൽ ആ പവിത്രം ഇട്ടേ. വലത്ത് കൈ ഈ വിരൽ മുകളിലേക്ക് അതിന്റെ കൂമ്പ് പൊങ്ങി നിൽക്കണം. ഇനി കൈ കൂപ്പി പ്രാർത്ഥിക്കണം. നമ്മുടെ കഴിഞ്ഞു പോയ പിതൃകാർന്നവന്മാരെയൊക്കെ ആരെയൊക്കെ ഓർക്കാവോ അവരെയൊക്കെ ഓർത്ത് അവരുടെ പേരും നാളും മനസ്സിൽ ധ്യാനിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എത്രയും നല്ലതാണ്. ഒരു സെക്കൻഡ് ഒരു മിനിറ്റോ നിങ്ങളത് എടുത്തു പ്രാർത്ഥിച്ചോളൂ. ഓം ശുക്ലാം വരദരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തേ. ഇനി ആ 3 ദർഭയില്ലേ ആ ദർഭ എടുത്ത് അതിൽ 2 എണ്ണം വലത്ത് കയ്യിലും 1 എണ്ണം ഇടത്ത് കയ്യിലും ആക്കി പിടിച്ചേ. ഇനി നമ്മൾ ഏത്ത വിടിയേനെ വലത്ത് കൈ മുകളിലോട്ട് ഇങ്ങനെ വലത്ത് കൈ മുകളിൽ അങ്ങനെ ഏത്ത വിട്ട് നമ്മുടെ കാർന്നമാരെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് തലയ്ക്കുഴിഞ്ഞ് തൊഴുത് പിടിക്കുക. തലയ്ക്കുഴിഞ്ഞോ ഒന്നിച്ചിട്ട് തലയ്ക്കുഴിഞ്ഞോ അങ്ങനെ. ഇനി തൊഴുത് പിടിച്ചോ. ഓം ദുർബസരം ഓം ശ്രീമൽ ഭഗവതോ മഹാപുരുഷസ്യ വിഷ്ണു ആജ്ഞയാ പ്രവർത്തമാനസ്യ അദ്യബ്രഹ്മണാദിതീയ പരാർത്ഥേ വിഷ്ണുപദേ ശ്രീശേതവരാഹകൽപേ വൈവവസതമന്നന്തരേ കലിയുഗേ കലിപ്രഥമപാദേ ജംബുദ്വീപേ ഭാരതവർഷേ ഭാരതഖണ്ഡേ മേരോ ദക്ഷിണപാർശ്വേ ശകാബ്ദേ ശാലിവാകനശകേ ചാന്ദ്രസൗരമാനേന പ്രഭവാദി ഷഷ്ടി സംവത്സരാണാം മധ്യേ നാമ സംവത്സരേ അയനേ ധൃതൗ മാസേ പക്ഷേ അമാവാസ്യാം പുണ്യതിഥൗ
നക്ഷത്രയുക്തായാം വാസരയുക്തായാം ശുഭനക്ഷത്ര ശുഭയോഗ ശുഭകരണ ഏവം സകലഗുണ വിശേഷേണ വിശിഷ്ടായാം പുണ്യതിഥൗ കൃഷ്ണ കാവേര്യോ ദക്ഷിണപ്രദേശേ പരശുരാമ നിർമ്മതായാം കേരളഭൂ ശ്രീരാമക്ഷേത്രേ ഗുരുസ്വാമി സന്നിധവും. ഇനി നിങ്ങളുടെയൊക്കെ വീടിരിക്കുന്ന സ്ഥലത്തിന്റെ പേര് മനസ്സിൽ ധ്യാനിച്ചുകൊള്ളുക. അസ്മാകം സകുടുംബാനാം ക്ഷേമസ്ഥൈര്യവീര്യ വിജയ ആയുരാരോഗ്യ ഐശ്വര്യാഭിവൃദ്ധ്യർത്ഥം ധർമാർത്ഥ കാമമോക്ഷ ചതുർവിധ പുരുഷാർത്ഥ സിദ്ധ്യർത്ഥം പൗത്രാഭിവൃദ്ധ്യർത്ഥം മനോവാഞ്ച ഫലസിദ്ധ്യർത്ഥം ഉഭയവംശസ്ഥ പിതൃൻ ഉദ്ദിശ്യ തിലതർപ്പണം പിണ്ടപ്രദാന പൂജ ച മമ ആചാര്യമുഖേന ആദ്യകരിഷേയി നമഃ. ഇനി നമ്മുടെ എല്ലാ കർമ്മന്മാരെയും നമുക്ക് ഓർക്കാൻ പറ്റുന്ന എല്ലാവരെയും ഓർത്ത് മനസ്സിൽ ധ്യാനിച്ച് അത് ഇലയിൽ വെക്കുക. വലത്ത് സൈഡില് തൂശനിലയിൽ വെക്കണം കേട്ടോ. നമ്മളിപ്പോ ഒരേ ചുമ്മാ ഇരിപ്പില്ല, അതിൽ വെക്കണം വലത്ത് സൈഡിലായിട്ട്. ഇനി എള്ളെടുത്തേ, ശകലിച്ച് എള്ളും വെള്ളവും എടുത്ത കൈ കൊണ്ട് ഇതിനകത്ത് വെള്ളം എടുത്തേ, ഗ്ലാസ്സിലെ വെള്ളം ഓരോരുത്തരും എടുത്തേ. ഇനി പറയാം, ഇനി ആ ഇലയിലോട്ട് വലത്ത് ഭാഗത്ത് ഇലയിലേക്ക് കാണിച്ചിട്ട് നീര് ഇങ്ങനെ ലേശമായിട്ട് ഞാൻ പറയുമ്പോൾ ഒഴിക്കണം. 3 പ്രാവശ്യം ഒഴിക്കണം. അതിന്റെ മന്ത്രമാണ് ഒഴിച്ചോ ലേശം. കുശോസി കുശപൃഷ്ടോസി ബ്രഹ്മണാ നിർമ്മിതം പുര പിണ്ടസ്ഥാനെ ഗർഭാസനം സമർപ്പയാമി എന്നതിൽ ഒഴിക്കുക. ഇനി രണ്ടാമത് അസ്മിത് കുലേ മൃതായേജ ഗതിരേഷാം ന വദ്യതേ ആവാഗീക്ഷ്യേതാൻ സർവാൻ തിലോദകം നമഃ. ഒഴിച്ച്. മൂന്നാമത് മാതാ മഹാകുലേജ ഗതിരേഷാം ന വിദ്യതേ ആവാഗീക്ഷ്യേ താൻ സർവാൻ കുശപൃഷ്ടോ തിലോദകം നമഃ. മൂന്നാമത് ഒഴിച്ച്. ഇനി ഗ്ലാസ് താത്ത് വെച്ചു. കൈയൊന്ന് ഒരെണ്ണം നനച്ച്, കൈ എല്ലാവരും ഒന്ന് നനച്ച്. ഇനി നമ്മുടെ ഇവിടെ പിണ്ണം എനിക്കകത്ത് വെച്ചിട്ടുണ്ട്. അത് 5ആയിട്ട് ഭാഗിച്ചെന്ന് വെച്ച് അവിടെ തന്നെ 5ആയിട്ട് 5 ഉരുളയാക്കി എടുക്കാനാണ്. അഞ്ചായിട്ട്. ഇനി അതിൽ ഒരെണ്ണം ഒന്ന് കൂട്ടി ഉരുട്ടിക്ക്, ഒന്ന് ഒതുക്കുന്ന രീതിയിൽ ഒന്ന് ഉരുട്ടി പിടിച്ചേ. ഉരുട്ടി എല്ലാവരും അത് ഉരുട്ടിയിട്ട് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നമ്മുടെ പിതൃകാരണവന്മാരെയൊക്കെ ഓർത്ത് അവിടെ ഞാൻ പറയുന്ന മന്ത്രം അത് കൂട്ടി ചൊല്ലണം. ചൊല്ലിക്കഴിഞ്ഞ് പറയുമ്പോൾ അത് നമ്മുടെ ആ ദർഭ വെച്ചതിന്റെ നടുക്കോട്ട് അതിന്റെ താഴത്ത് വെച്ചാൽ 5 പിണ്ടം വെക്കേണ്ടതാണ്. അപ്പൊ വെക്കേണ്ടത് കൈ ഒന്ന് നോക്കണം. ഇതിങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഈ കൈ ഇങ്ങനെ പിടിക്കണം തിരിച്ച്, അതായത് ഇങ്ങനെ കൊണ്ടിട്ടേക്കരുത്. ഇങ്ങനെ പിടിച്ച് ആ ദർഭയുടെ മുകളിൽ കൊണ്ട് ഇങ്ങനെ വെക്കണം. പ്രാർത്ഥിച്ചോ. ഓം ആബ്രഹ്മണേയ പിതൃവംശജാത മാതൃത്വത വംശഭവാമതീയ വംശത്വയ അസ്മിൻ മമ ദാസബോധ ഭൃത്യ തദൈവാശ്രിത സേവകാഞ്ച മിത്രാണി സംഖ്യാപശവഞ്ച വൃക്ഷ ഇഷ്ടാഞ്ച ദൃഷ്ടാഞ്ച കൃതോപഹാര ജന്മാന്തരേ സംഗതാച്ച സ്വദാ പിണ്ടമകം ദമാമി. ഇനി എല്ലാവരും ദർഭയുടെ മുകളിൽ ആയിട്ട് ഇങ്ങനെ വെച്ച് മെല്ലെ വെച്ച് ഉടഞ്ഞു പോകാതെ ഇടരുത് അങ്ങനെ. ഇനി കൈ ഒന്ന് ചെറുതായിട്ടൊന്ന് കടത്ത് മുക്കി. ഇനി അടുത്തതെടുത്തേ, ഒന്ന് മുക്കി ഒന്ന് നനച്ചാൽ മതി. എടുത്തോ. അതുപോലെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ചെറുതായിട്ട് ഉരുട്ടി നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നമ്മുടെ കാരണവന്മാരെയൊക്കെ മനസ്സിൽ ധ്യാനിച്ച് അവർക്ക് നമ്മൾ പിണ്ടം വെക്കുകയാണ്. പിതൃവംശേ മാതായേ മാതൃവംശേ തദൈവജ
ഗുരു ശശിര ബന്ധുനാമ്യേ ചാന്യേ ബാന്ധവാമൃതാഹ ഏ വേകുലേ ലുപ്തപിണ്ഡ പുത്രധാര വിവർജിത ക്രിയാലോപ താഹഞ്ജൈവ ജാത്യാന്ത പങ്കവസ്ത വീരരൂപ ആമഗാഞ്ച യാതാകുലേ മമ ധർമ്മപിണ്ഡോ പ്രദാസ്യാമി പിതൃണാം താരണായ ച. താഴേക്ക് വെക്കാം. രണ്ടാമത് മുകളിലേക്ക് വെക്കാം, താഴേക്കല്ല കേട്ടോ. ആ ഇനി അടുത്തവർക്കോ ഒന്ന് കൈ ഒന്ന് ചെറുതായിട്ട് നനച്ചിട്ട് അസിപത്രവാനെ ഘോരെ ഉദ്ധാരണാർത്ഥായ ഇമാം പിണ്ഡം ദദാമ്യഹം. വെച്ചോ, എടുത്തത് വെച്ചോ. ഉച്ഛിന്നകുല വംശാനാം യേഷാം ദാദാ കുലേനഹി ധർമ്മപിണ്ഡം പ്രദാസ്യാമി അക്ഷയമധിപത്യതു. ആ വെച്ചു. ഞാൻ അടുത്തത് കേട്ടു. അഞ്ചാമത്തെ ഉരുള. പരമാവധി മൊത്തം എടുത്തോളുക. അല്ല തുടച്ചില്ലെങ്കിൽ അടുത്ത ബാക്കി നമുക്ക് ചെയ്യാം, പറയാം. ये बान्धवाच्छ अन्यजन्मनि बान्धवाः तेषाम् उत्तारणार्थाय इमां पिण्डं ददाम्यहं. വെച്ചേ. ഇനി ആ ഇലയിലുള്ളത് എല്ലാം തൂത്ത് വാരിയെടുക്കണം. പിണ്ഡനാമുപരി പിണ്ഡശേഷം നമഃ എന്ന് മനസ്സിൽ ധ്യാനിച്ച് അതെല്ലാം തൂത്ത് വാരിയെടുത്തേ. എടുത്തിട്ട് പിണ്ടോപരി തിലോദകം നമഃ എന്ന് പറഞ്ഞ് അതിന്റെ മുകളിൽ ആദ്യം വെച്ച പിണ്ടത്തിന് മുകളിലേക്ക് വെച്ച തൂത്ത് വെച്ചോ. ആ കൈയൊക്കെ ഒന്ന് നനച്ചേ. കൈ ഒന്ന് നനച്ചിട്ട് ഒരു വെള്ളം എടുത്തിട്ട് പിണ്ടത്തിന് മുകളിൽ നമ്മൾ ഇങ്ങനെ കൊടുക്കണം. പിണ്ടോപരി തിലോദകം നമഃ. 3 പ്രാവശ്യം കൊടുത്തോ. 3 പ്രാവശ്യം. ഇനി ഒരെള്ളെടുത്തേ. ഒരെള്ളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൊട്ടെടുക്കുക. രണ്ടൊന്ന് ചേട്ടാ, ഒന്നല്ല, ഒന്നേ പറയുന്നേ. അങ്ങനെ എടുക്കുക. അങ്ങനെ എടുത്തിട്ട് വെള്ളം എടുത്തേ കയ്യില്. അങ്ങനെ 19 പ്രാവശ്യമുണ്ട്. ഓരോ മന്ത്രം കഴിയുമ്പോഴും അത് ഇട്ട് ഇങ്ങനെ ഒന്ന് വെള്ളം തളിക്കണം കേട്ടോ. ആ കൂട്ടത്തില് ഓരോ പുഷ്പവും കൂടെ എടുത്തേ. എല്ലാരും ഓരോ പുഷ്പവും കൂടെ. രണ്ടാമത് ഞാൻ പറയുമ്പോൾ അത് ഇട്ടിട്ട് പിന്നെ പൂ മാത്രം എടുത്താൽ മതി കേട്ടോ, വെള്ളം എടുക്കണ്ട. ഓം ഭാഗ്യം നമഃ. ഇത് ഇനി രണ്ടാമത് പുഷ്പം എടുത്തോ. പുഷ്പം എടുത്ത് ഓം അർഘ്യം നമഃ. ഓരോ പ്രാവശ്യം ഇട്ടു. ഓം ആചമനം നമഃ. ഓം ആസനം നമഃ. ഓം ആവാഹനം നമഃ. ഓം സ്നാനം നമഃ. ഓം പുനസ്നാനം നമഃ. ഓം സ്നാനാന്തരം ആചമനം നമഃ. ഓം വസിഷ്ഠാർത്ഥം നമഃ. ഓം ഉപവസ്ത്രാർത്ഥം ധൂത്രം നമഃ. ഓം അലങ്കാരണാർത്ഥം അക്ഷതം നമഃ. ഓം വിലേപനാർത്ഥം ഗന്ധം നമഃ. ഓം ഗന്ധോപസ്യപരി പുഷ്പം നമഃ. ഓം ധൂപം നമഃ. ഓം ദീപം നമഃ. ഓം നൈവേദ്യാർത്ഥം ഗൃച്ഛം നമഃ. ഓം നിവേദ്യാനന്തരം ഹസ്തപ്രക്ഷോളനം നമഃ. ഓം പാദപക്ഷാളനം നമഃ. തീ അണച്ചിട്ട് നമ്മളിങ്ങനെ കർപ്പൂരം ഒഴിയേനെ നമ്മൾ വേണ്ട വെച്ച പിണ്ടത്തിനും ആ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് ധൂപം കൊടുക്കുകയാണ്. ഓം ആത്മസ്തംഭം പര്യന്തം ദേവർഷി പിതൃമാനവ തൃപ്തന്തോ പിതരാഹ സർവേ മാതൃമാതാമഹാദയ അതീതകുലകോടീനാം സപ്തദ്വീപ നിവാസിനാം ആ ബ്രഹ്മഭുവനാൻ
ലോകാൻ ഇതമസ്തു നിരോധകം. കുഴിച്ചിട്ട് അവിടെ വെച്ച് ആ പാത്രത്തിന്റെ സൈഡിൽ തന്നെ അങ്ങനെ എല്ലാവരും അതങ്ങനെ വെച്ച് അങ്ങനെ വെച്ചിട്ട് വെള്ളം എള്ളും എടുത്തേ, ഒരു പൂവും എടുത്തേ, എള്ളും പൂവും ചന്ദനം തൊട്ടേ എല്ലാം തൊട്ട് എടുക്കും. എല്ലാം തൊട്ട് കൈ കൂട്ടി പിടിച്ചു. ഓം അബ്രഹ്മസ്തംഭപര്യന്തം ദേവർഷി പിതൃമാനവാഹ തൃത്യന്തോ പിതരാഹ സർവേ മാതാമഹാദയാഹ അതീതകുലകോടീനാം സപ്തദീപ നിവാസിനാം അബ്രഹ്മഭുവന ലോകാൻ ഇതമസ്തു നിരോധകം. മോളിൽ പെണ്ണത്തിന് മോളിൽ എല്ലാവരും സമർപ്പിച്ച് കൈയൊന്ന് ശുദ്ധമാക്കിക്കും. ഇതൊരു പ്രാർത്ഥനയാണ്. ക്ലാസ് മാത്രം വെച്ചു എല്ലാവരും ഒന്ന് തൊഴുതു വിട്ടു. ശിവം ശിവകരം ശാന്തം ശിവാത്മനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. നമ്മുടെ ഈ ബലിതർപ്പണ ചടങ്ങ് തീരുകയാണ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് നല്ല എഴുന്നേറ്റാ മതി. ആ പീഠമൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ചവിട്ടോ തെല്ലൊന്നും ചെയ്ത് എഴുന്നേറ്റോ എല്ലാവരും. ഇല ഇച്ചിരി മുന്നോട്ട് നീക്കി വെച്ചേ. ഒന്ന് അവിടെ നിന്നൊന്ന് പ്രദക്ഷിണം വെക്കാനാ. അതുകൊണ്ട് ഇലയെ ചവിട്ടാതെ ഒന്നും തട്ടിമറിച്ച് കളയാതെ ഒരു ലേശം മുന്നോട്ട് നിന്ന് കേട്ടോ. ശ്രദ്ധിച്ചോണം, ഒന്നും തട്ടാതെ കൈ കൂപ്പി പിടിച്ചേ. യാനി യാനിജ പാപാനി ജന്മാന്തര കൃതാജനിത. വട്ടം കറങ്ങാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നോ? താനി താനി പാപാനി ജന്മാന്തര കൃതാനിജ താനി താനി വിനശന്തു പ്രദക്ഷിണം പദേ പദേ. കറങ്ങി നിന്നോ. ഓം ഹിരണ്യഗർഭഗർഭസ്ഥം ഹേമബീജം വിഭവസോ അനന്തപുണ്യഫലദം അതാ ശാന്തി പ്രയച്ഛമേ. ഇനി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ആ കിടക്കുന്ന ദർഭ ഊരി അതിന്റെ കെട്ടഴിച്ച് നീളത്തിൽ പിടിച്ചിട്ട് നമ്മുടെ പിണ്ടം അവിടെ വെച്ചതിന് മായലയിൽ വെക്കുക. കെട്ടഴിക്കണം കേട്ടോ, കെട്ടഴിക്കാതെ ആരും വെക്കരുത്. തിരക്കൊന്നും വെക്കണ്ട. അത് അഴിച്ച് തന്നെ നീളത്തിലാക്കിയിട്ട് ഇലയുടെ ഒരു സൈഡിലായിട്ട് നമ്മൾ പൂജ ചെയ്ത് വെച്ച ഇലയുടെ സൈഡിലായിട്ട്. ഇനി അവിടെ നിന്ന് ഒരു പുഷ്പം എടുത്ത് തലയ്ക്ക് പുറകിലോട്ട് ഇടണം. അതായത് പുറകിലുള്ള ആളുടെ മേത്ത് വീഴാതെ നേരെ പുറകോട്ട് ഇടുക. ഒരു പുഷ്പം പ്രാർത്ഥിച്ച്. ഇനി ഒരു പുഷ്പം എടുത്തിട്ട് പുറകോട്ട് തലയ്ക്ക് പുറകോട്ട് ഇട്ടിട്ട് ഒരു പുഷ്പം എടുത്ത് നമ്മുടെ ശിരസിലും വലിക്കുക. ഒരു പുഷ്പം. ഇനി കൈ തൊഴുതു പിടിച്ചോ. മന്ത്രഹീനം ഭക്തിഹീനം ക്രിയാഹീനം മഹേശ്വര സർവം ക്ഷമസ്വ ഫലോഭ്യ മുച്ഛന്തം മമ പിതൃവാൻ ദേവതാഭ്യ പിതൃഭ്യഞ്ച മഹായോഗിഭ്യ ഏവച നമഃ സ്വദായേ സ്വാഹായേ നിത്യമേവ നമസ്തുതേ. വനമാലി ഗതീശാർഗി ശംഖിചക്രിജ നന്ദകി ശ്രീമാൻ നാരായണോ വിഷ്ണുർ വാസുദേവോ വിരക്ഷതു. ഓം അച്യുതാനന്ദ ഗോവിന്ദ വാസുദേവ ജനാർദ്ദന പിതൃശാപകരം ശീക്രം വംശവൃത്തിം പ്രയച്ഛമേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വര രക്ഷ രക്ഷ മഹേശ്വര. ഇനി എല്ലാവരും കൈയൊന്ന് രണ്ട് കൈയും നനയ്ക്കണം. കൈ നമ്മുടെ പൂജ ചെയ്ത ഇലയുടെ മുകളിലേക്ക് വെച്ച് രണ്ട് കൈ ഒന്ന് നനച്ചിട്ട് എന്നിട്ട് ഗ്ലാസ് ഒക്കെ താത്ത് വെച്ച് മനസ്സിൽ നമ്മുടെ കാരണം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് 3 പ്രാവശ്യം കൈ കൂട്ടി അടിക്കണം. ഒരാള് 3 പ്രാവശ്യം അങ്ങനെ ഒന്നിച്ചടിക്കണം. അടിച്ചോ. 3 പ്രാവശ്യം ആയില്ലേ?
തൊഴുത് കൈ പിടിച്ചോ. കായേന വാചാം മനസേന്ദ്രിയർവാം ബുദ്ധ്യാത്മനേവാം പ്രകൃതി സ്വഭാവാൽ കരോമിയത്തിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീ നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീ നാരായണായേതി സമർപ്പയാമി. ഇനി ആ പുഷ്പങ്ങളൊക്കെ വെച്ച ഇലയിലേക്ക് നമ്മൾ പൂജ ചെയ്ത് വെച്ച ഇല അതെടുത്തിട്ട് കൂട്ടി പിടിച്ചെടുത്തേ. താഴെ കളയരുത്. കൂട്ടി താഴെ കളയാതെ വഴി തട്ടി വീഴാതെ എല്ലാരും മടക്കരുത്. ഇങ്ങനെ വിധത്ത് തന്നെ രണ്ട് കൈ കൊണ്ടും അങ്ങനെ അടികൂട്ടി രണ്ട് കൈക്ക് അങ്ങനെ പിടിച്ചിട്ട് നിങ്ങൾ ഇനി പുഴയിലേക്ക് പോവാണ്, അല്ല തോട്ടിൽ എവിടെയാണെന്നോ പോവുക. അവിടെ ചെന്ന് വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് ഭഗവാനെ ഓർത്ത് നമ്മുടെ കാർന്നവന്മാരെയൊക്കെ ഓർത്തിട്ട് തലയ്ക്ക് മോളിൽ കൂടെ പുറകിലേക്ക് കെട്ടണമെന്നാണ് ശാസ്ത്രം. എന്നിട്ട് മുങ്ങാൻ പറ്റുന്നവർ 3 മുങ്ങുക, അല്ലാത്തവർ വെള്ളം തളിച്ചോ പാദം കഴുകുക, എഴുന്നേറ്റ് പോരുക. പുഴയിലേക്ക് പോകുന്ന സമയത്ത് ആരും വർത്താനം പറയരുത്. ഓം നമോ നാരായണ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ചെല്ലുക. പോകും. തിരിച്ചു വന്നിട്ട് ഗുരുവിന്റെ അടുത്ത് വന്ന് ദക്ഷിണയും പ്രാർത്ഥനയൊക്കെ നടത്തി ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാവുള്ളൂ. ഓം നമോ നാരായണായ എന്ന് ചൊല്ലി പോവുക. വീടരുതാരും തട്ടിമുട്ടി തിരക്കൊന്നും വെക്കണ്ട, മെല്ലെ പോയാ മതി. ഉറക്കെ ചൊല്ലിപ്പൊക്കോ എല്ലാരും കൂടെ ആവുമ്പോ. ഓം നമോ നാരായണായ. വിളക്കിലെ തിരിയൊക്കെ നോക്കിയോണം. വിളക്കിലെ തിരി വെള്ളമുണ്ട് ഇവിടെ, ഒഴുക്കുമുണ്ട് തോന്നുന്നു. ശ്രദ്ധിക്കണേ, ചിലപ്പം വെള്ളം കൂടുതലുണ്ടെങ്കിൽ. അധികം അങ്ങോട്ട് പോകണ്ട, അവിടെ എനിക്ക് കൂടുതൽ വെള്ളമുണ്ടെന്ന് തോന്നുന്നു. വെള്ളവും നല്ലപോലെ ഒഴുക്കുമുണ്ടല്ലേ. അത് മതി, അധികം പുറകോട്ട് പോകണ്ട. അങ്ങനെ കുഴി പോലെ കറങ്ങി പോകുന്നിടത്തേ. തൊണ്ടിപ്പുഴ തന്നെയല്ലേ? തൊണ്ടിയിൽ വരുന്ന പുഴ തന്നെയല്ലേ അത്? കുടുംബ സദസ്സുണ്ട്, അത് എല്ലാവർക്കും പങ്കെടുക്കാം.
ഇവിടെ അംഗമാകാം. അങ്ങനെ പങ്കെടുക്കാൻ എല്ലാ മാസവും നടക്കുന്ന സത്സംഗത്തിൽ ദിവ്യ സത്സംഗം, പ്രാർത്ഥന, പ്രഭാഷണങ്ങൾ, അറിവുകൾ പങ്കുവെക്കുന്ന ഒരു വേദിയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ എല്ലാവർക്കും സ്വാഗതമുണ്ട്. അവിഘ്നമസ്തു. ശ്രീ ഗുരവേ നമഃ. ഓം ജന്മസംസാര വിച്ഛേദം ജ്ഞാനവിജ്ഞാനദായകം സമാധിസ്ഥം മഹാചാര്യം ഗുരും നാരായണം ഭജേ. ഓം പ്രജാപതി ഋഷി ഗായത്രി ചന്ദ ശ്രീ നാരായണോ ദേവതാ മമ ധർമാർത്ഥ കാമമോക്ഷാർത്ഥേ വിനിയോഗ. ഓം ശംഖചക്രധരം ദേവം ദിഭുജം പീതവാസനം പ്രാരംഭേ സർവകർമ്മണ പുണ്ഡരീകം സ്മരേധരീം. ഓം നമോ നാരായണായ. തദേവ ലഗ്നം സുദിനം ക്രിയുഗം സ്മരാമി. അപവിത്രാഹ പവിത്രോ വാ സർവാവസ്ഥാം ഗതോപി വാ യാഹ സ്മേർ തുണ്ടരീകാക്ഷം സ്വാഹ ഭാഗ്യാഭ്യന്തരസൂചി. മാനസം വാചികം പാപം കർമ്മണം സമുപാർജിതം ശ്രീരാമസ്മരേണൈനൈവ വ്യാമോഹജന സംശയ. മമ സമസ്ത പാപക്ഷയാർത്ഥം ശരീരശുദ്ധ്യർത്ഥം അസ്മിൻ തീർത്ഥേ പ്രാതസ്നാനമഹം കരിഷ്യേ. ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു. ശിവം ഭവതി കല്യാണം ആയുരാരോഗ്യവർദ്ധനം മമമുക്തി പ്രകാശായ ദീപജ്യോതിർ നമോ നമഃ. ഇനി എല്ലാവരും ഒരു പുഷ്പം എടുത്ത് കൈ വെച്ച് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് വിളക്കിന്റെ ചുവട്ടിൽ വെക്കുക. ഇനി ആ പവിത്രം എടുത്ത്, ആ കെട്ടി വെച്ചിരിക്കുന്ന പവിത്രം എടുത്ത് കയ്യിൽ പിടിച്ച് കൂട്ടി തൊഴുത് പിടിച്ച് നമ്മുടെ പിതൃകർമ്മന്മാരെയൊക്കെ മനസ്സിൽ ധ്യാനിച്ച് അവർക്ക് ബലിതർപ്പണം നടത്തുവാൻ പോവുകയാണ്. അതുകൊണ്ട് എല്ലാ നമുക്ക് ഓർക്കാൻ പറ്റുന്ന കർമ്മന്മാരെയൊക്കെ എത്ര തലമുറയുണ്ടോ ഒരു 7 തലമുറ വരെ ഓർക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഓർക്കുക. അവരുടെ പേര് നാള് ഒക്കെ ഓർക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് ഓർത്തോളുക. ഓർത്ത് ഞാൻ പറയും പുറത്തേക്ക്. ഇനി ആ ദർപ്പ എടുത്തേ, ആ നീള ഇലയിലിരിക്കുന്ന 2 എണ്ണം വലത് കൈയിലും 1 എണ്ണം ഇടത് കൈയിലും ആക്കി പിടിച്ചേ. എന്നിട്ട് വലത് കൈ ഇടത്തെ ചെവിയുടെ അങ്ങോട്ട് പിടിച്ചേ. വലത് കൈ ഇടത് കൈയുടെ മോളിൽ കൂടെ പോട്ടെ. ചേട്ടാ അവിടെ നിങ്ങളോടാ പറഞ്ഞേ. അങ്ങനെ അങ്ങനെ. ഇനി പ്രാർത്ഥിച്ചു നമ്മുടെ കർമ്മമാരെ ഉള്ളിട്ടെ. കൈ ഒന്നനച്ച് ഇനി പുഷ്പം എടുക്കണം. ഒരു 19 പ്രാവശ്യം ഓരോ പുഷ്പം പൂജിക്കണം. അതിന് വിഷമമാണെങ്കിൽ ഇടത്ത് കൈയിലേക്ക് കുറെ പുഷ്പം എടുത്തങ്ങ് പിടിച്ചേ. എല്ലാവരും ഇടത്ത് കൈയിലേക്ക് പുഷ്പം എടുത്ത് പിടിച്ചേ. എന്നിട്ട് ഓരോന്ന് വേണം. സ്നാനം നമഃ. ഓം പുനഃസ്നാനം നമഃ. ഓം സ്നാനാനന്തരം ആചമനം നമഃ. ഓം വസ്ത്രാർത്ഥം ദിനം നമഃ. ഓം ഉപവസ്ത്രാസ്ത്രം സൂത്രം നമഃ. ഓം അലങ്കാരണാർത്ഥം അക്ഷതം നമഃ. ഓം വിലേപനാർത്ഥം ഗന്ധം നമഃ. ഓം ഗന്ധസ്യോപരി പുഷ്പം നമഃ. ഓം ധൂപം നമഃ. ഓം ദീപം നമഃ. ഓം നൈവേദ്യാർത്ഥം കൃച്ഛം നമഃ. ഓം നിവേദ്യാനന്തരം ഹസ്തപ്രക്ഷോളനം നമഃ. ഓം പാദപ്രക്ഷാളനം നമഃ.